ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള MLT സെക്ഷനിലെ ഒരു ചെറിയ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ആന്റി കൊയാഗുലൻസ് എന്ന് പറയുന്ന ടോപ്പിക്. കുട്ടികളെ, നമ്മുടെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയിൽ 50 മാർക്ക് നമ്മുടെ ഈ MLT സെക്ഷൻ ആണ് എന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പൊ അത്രയും വെയിറ്റേജിൽ ചോദിക്കുന്ന ഒരു മേഖലയാണ്. അതിൽ ഈ ആന്റി കൊയാഗുലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ആൻഡ് ഫ്ലെബോട്ടമി എന്ന് പറയുന്ന സെഗ്മെന്റിന്റെ അകത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷകളിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ആകെ നമുക്ക് കുറച്ച് ആന്റി കൊയാഗുലൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു മേഖല നമുക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി മാറ്റിവെക്കാം. അപ്പോ നമുക്ക് നോക്കാം നമ്മുടെ ഈ സെഗ്മെന്റിൽ ഏതൊക്കെ ആന്റി കൊയാഗുലൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന്. കുട്ടികളെ, നമുക്കറിയാമല്ലോ ആന്റി കൊയാഗുലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് വാസ്തവത്തിൽ. അതായത് ഈ രക്തം എന്ന് പറയുന്നതിനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന കെമിക്കൽസ് ആണ് ആന്റി കൊയാഗുലൻസ് എന്ന് പറയുന്നത്. ഇത് നോർമലി നമ്മളെല്ലാവരുടെയും ശരീരത്തുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും ശരീരത്ത് നമ്മുടെ രക്തത്തിൽ കൂടി ഈ ആന്റി കൊയാഗുലൻസ് നോർമൽ ആയിട്ടുള്ള നാച്ചുറൽ ആന്റി കൊയാഗുലൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ അല്ലാതെ ലാബുകളിലൊക്കെ നമുക്ക് ഈ ബ്ലഡിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ രക്തം പുറത്തേക്ക് വന്നാൽ അറ്റ്മോസ്ഫിയറുമായിട്ട് കോൺടാക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കട്ടിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് ഒഴിവാക്കണമെങ്കിൽ, ഇതിൽ കൂടുതൽ ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തണമെങ്കിൽ നമുക്ക് ഈ രക്തത്തിലെ കൊയാഗുലേഷൻ അഥവാ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന പ്രധാനപ്പെട്ട 3 ആന്റി കൊയാഗുലൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കുട്ടികളെ, ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് EDTA എന്ന് പറയുന്ന ഒരു ആന്റി കൊയാഗുലന്റ് ആണ്. നിങ്ങൾക്കറിയാം EDTA എന്ന് പറയുന്നത് എത്തിലിൻ ഡൈഅമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. EDTA എന്ന് പറയുന്നത് എത്തിലിൻ ഡൈഅമീൻ ടെട്രാ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒന്നാണ്. ഇത് സാധാരണഗതിയിൽ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ഒരു ആന്റി കൊയാഗുലന്റ് ആണ്. രണ്ടാമത്തേത് ട്രൈസോഡിയം സിട്രേറ്റ്. ട്രൈസോഡിയം സിട്രേറ്റ് എന്ന് പറയുന്ന മറ്റൊരു ആന്റി കൊയാഗുലന്റ് സാധാരണഗതിയിൽ ലബോറട്ടറികളിൽ ഉപയോഗിക്കാറുണ്ട്. മൂന്നാമത്തേതാണ് നമ്മുടെ ഹെപ്പാരിൻ. ഹെപ്പാരിൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തുള്ള ഒരു ആന്റി കൊയാഗുലന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനെ കൃത്രിമമായിട്ടും സിന്തസൈസ് ചെയ്ത് അത് ലാബുകളിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു 3 ആന്റി കൊയാഗുലൻസ് ആണ് പ്രധാനമായിട്ടും നമുക്ക് MLT സെക്ഷന്റെ അകത്ത് നിന്ന് പഠിക്കാനുള്ളത്. ഈ 3നെ കുറിച്ചുമാണ് സാധാരണഗതിയിൽ നമ്മുടെ പരീക്ഷയിൽ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഏറ്റവും ആദ്യത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് EDTA. EDTA അഥവാ എത്തിലിൻ ഡൈഅമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. കുട്ടികളെ, ഈ EDTA എന്ന് പറയുന്നത് 2 രീതിയിൽ, പല രീതിയിൽ ഉപയോഗിക്കാം, പക്ഷെ പ്രധാനമായിട്ടും 2 രീതിയിലാണ് ലാബുകളിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് നമ്മുടെ ഡൈ പൊട്ടാഷ്യം EDTA എന്ന് പറയുന്ന രൂപത്തിലാണ്. 2 ട്രൈ പൊട്ടാഷ്യം EDTA എന്ന് പറയുന്ന രൂപത്തിൽ. അപ്പോ EDTA അതേപടി അല്ല നമ്മൾ ആന്റി കൊയാഗുലന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ അല്ലറ ചില്ലറ അഡീഷൻസ് ഒക്കെ നമ്മൾ നടത്താറുണ്ട്. ഓക്കെ, അപ്പോ ഡൈ പൊട്ടാഷ്യം EDTA ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം, ട്രൈ പൊട്ടാഷ്യം EDTA ആയിട്ടും നമുക്കിത് ഉപയോഗിക്കാം. EDTA എന്ന് പറയുന്നത് ലിക്വിഡ് രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് മാത്രമല്ല സ്പ്രേ ഡ്രൈഡ് ഫോം ആയിട്ട് ഉപയോഗിക്കാം. സ്പ്രേ ഡ്രൈഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊടിയായിട്ട്, ഒരു സോൾട്ടിന്റെ രൂപത്തിൽ നമുക്ക് EDTA ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ കുട്ടികളെ, ഏറ്റവും ആദ്യത്തെ ആന്റി കൊയാഗുലന്റ് നമ്മൾ കാണുന്നത് EDTA ആണ്. EDTAക്ക് ഒരുപാട് രൂപങ്ങളിൽ EDTA അവൈലബിൾ ആണെങ്കിലും സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഡൈ പൊട്ടാഷ്യം EDTA എന്നും ട്രൈ പൊട്ടാഷ്യം EDTA എന്നും പറയുന്ന 2 രൂപങ്ങളിലാണ്. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് ഈ EDTAയുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണ്. അതായത് എങ്ങനെയാണ് ഈ EDTA എന്ന് പറയുന്ന ആന്റി കൊയാഗുലന്റ് രക്തം കട്ട പിടിക്കുന്നത് തടയുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഈ പറയുന്ന EDTA അത് ചെയ്യുന്നത്? EDTA ആക്ട് ആസ് എ കീലൈറ്റിംഗ് ഏജന്റ്. കുട്ടികളെ, കീലൈറ്റിംഗ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെയോ പിടിച്ചു വെക്കാൻ സഹായിക്കുന്ന ഏജന്റ്. അതായത് EDTA രക്തത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ രക്തത്തിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എന്തോ ഒരു വസ്തുവിനെ EDTA പിടിച്ചു വെക്കുന്നു. അതാണ് കീലൈറ്റിംഗ് ഏജന്റ് എന്ന് പറയുന്നത്.
അതിനെ ട്രാപ്പ് ചെയ്ത് നിർത്തുന്നു. അങ്ങനെ ട്രാപ്പ് ചെയ്ത് നിർത്തുമ്പോൾ ആ വസ്തുവിന് രക്തം കട്ട പിടിക്കാനുള്ള പാത്വേയിലേക്ക് പോകാൻ കഴിയാതെ വരുന്നു, ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നില്ല. ഏത് വസ്തുവിനെയാണ് EDTA പിടിച്ചു വെക്കുന്നത്? പരീക്ഷയിൽ ചോദിക്കും. അത് കാൽഷ്യത്തിനെയാണ് പിടിച്ചു വെക്കുന്നത്. കുട്ടികളെ, നമ്മളെ ബ്ലഡ് ക്ലോട്ടിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, രക്തം കട്ട പിടിക്കണമെങ്കിൽ അനിവാര്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കാൽഷ്യം. ഈ കാൽഷ്യം ഇല്ല എങ്കിൽ നമ്മുടെ രക്തം കട്ട പിടിക്കുന്നില്ല. ഈ കാൽഷ്യത്തെ കീലേറ്റ് ചെയ്യുന്ന ഏജന്റ് ആണ് EDTA എന്ന് പറയുന്നത്. EDTA രക്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ EDTA എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ കാൽഷ്യത്തിനെ വന്ന് ട്രാപ്പ് ചെയ്ത് നിർത്തുന്നു. കാൽഷ്യം ബ്ലഡ് ക്ലോട്ടിംഗ് പാത്വേക്ക് അവൈലബിൾ അല്ലാത്ത രീതിയിൽ നമ്മുടെ കാൽഷ്യത്തെ EDTA പിടിച്ചു നിർത്തുന്നു. അങ്ങനെ വരുമ്പോഴാണ് രക്തം കട്ട പിടിക്കാതെ ലൂസായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ EDTA ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ EDTA സാധാരണഗതിയിൽ നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം? ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്താണ്? EDTA കൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള സ്റ്റഡീസിന് EDTA യൂസ് ചെയ്യാം. ഇപ്പൊ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം എടുത്തിട്ട് അതിനകത്തെ RBC എത്ര, WBC എത്ര, പ്ലേറ്റ്ലെറ്റ് എത്ര തുടങ്ങിയ രക്തത്തിലെ അത്തരത്തിലുള്ള കോശങ്ങളെ അല്ലെങ്കിൽ ഫോംഡ് എലമെന്റ്സിന്റെ അളവ് നോക്കുന്ന ഒരു രീതിയാണ് ഈ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. അപ്പൊ ഈ CBC എന്ന് പറയുന്ന ഈ ടെസ്റ്റ് ചെയ്യാൻ സാധാരണഗതിയിൽ EDTA ഉപയോഗിക്കാം. രണ്ടാമത് പെരിഫറൽ ബ്ലഡ് സ്മിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തെ എടുത്തിട്ട് ഒരു മൈക്രോസ്കോപ്പിക് സ്ലൈഡിലോ അത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സിലോ ഒക്കെ ഒരു ചെറിയ സ്മിയർ പോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയും അതുവഴി നമ്മൾ അതിന്റെ സെൽസിനെ അനലൈസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് പെരിഫറൽ ബ്ലഡ് സ്മിയർ. ഇത് ചെയ്യുന്നതിനും നമ്മൾ EDTA ആന്റി കൊയാഗുലന്റ് ആയിട്ട് ആഡ് ചെയ്യാറുണ്ട്. മൂന്നാമതാണ് എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ്. എപ്പോഴും അത് ഉപയോഗിക്കുന്നില്ല EDTA ESR കണ്ടുപിടിക്കാൻ, പക്ഷെ ഉപയോഗിക്കാം. ESR എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ എറിത്രോസൈറ്റ് RBC എത്ര വേഗത്തിലാണ് സെഡിമെന്റ് ചെയ്യുന്നത് എന്നതിന്റെ ഒരു വാല്യൂ ആണ് ESR. ഹൈ ESR റേറ്റ് ആണെങ്കിൽ RBC വളരെ വേഗം സെഡിമെന്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതിന്റെ അർത്ഥം RBCയിൽ ഇൻഫ്ലമേഷൻ ഉണ്ട്, അതുകൊണ്ട് അതിന്റെ ഭാരം കൂടി അത് വളരെ പെട്ടെന്ന് സെഡിമെന്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അപ്പൊ ESR കൂടി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ശരീരത്ത് ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ്. ESR കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ആന്റി കൊയാഗുലന്റ് ആയിട്ട് EDTA ആഡ് ചെയ്യാം. ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ നടത്താനും നമുക്ക് EDTA ആഡ് ചെയ്യാം. റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് നടത്താൻ EDTA നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്താണ് കുട്ടികളെ റെറ്റിക്കുലോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മച്വർ RBC. അതായത് നമ്മുടെ ചുവന്ന രക്താണുക്കളുടെ ഒരു ഇമ്മച്വർ സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതായത് അതങ്ങോട്ട് വികസിച്ച് വന്നിട്ടില്ല അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റിയിലേക്ക് എത്തിയിട്ടില്ല. അത്തരത്തിൽ കാണുന്ന യങ് RBCകളെ വിളിക്കുന്ന പേരാണ് റെറ്റിക്കുലോസൈറ്റ്. റെറ്റിക്കുലോസൈറ്റിന്റെ കൗണ്ട് പരിശോധിക്കുമ്പോൾ നമ്മുടെ ബോൺ മാരോ കൃത്യമായിട്ടാണ് RBCയെ നിർമ്മിക്കുന്നത് അതോ അതിനെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമുക്ക് റെറ്റിക്കുലോസൈറ്റിന്റെ കൗണ്ടിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് ടെസ്റ്റുകൾക്കും എസ്റ്റിമേഷൻ മെത്തേഡ്സിനും നമുക്ക് എന്തിനെ യൂസ് ചെയ്യാം? EDTA എന്ന് പറയുന്ന കെമിക്കലിനെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും മേഖലകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആന്റി കൊയാഗുലന്റ് ആണ് നമ്മുടെ EDTA എന്ന് പറയുന്നത്. പക്ഷേ EDTAക്ക് അതിൻ്റെതായിട്ടുള്ള ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എല്ലാ ടെസ്റ്റുകളിലും നമുക്ക് EDTA ഉപയോഗിക്കാൻ കഴിയില്ല കേട്ടോ, അതിൻ്റെതായിട്ടുള്ള ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണ്? EDTA എന്ന് പറയുന്നത് ചിലപ്പോൾ സെൽ ഷ്രിങ്കേജിന് കാരണമാകാം, അതായത് കോശങ്ങൾ ചുരുങ്ങിപ്പോകാനുള്ള കാരണമാകാം ഈ EDTA എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ഡിസ്റ്റോർട്ടഡ് ആകാം, കോശങ്ങൾ ചിലപ്പോൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് EDTA ആഡ് ചെയ്യുമ്പോൾ. ഓക്കെ, എറനസ് സെൽ കൗണ്ട്സ്, അതായത് എണ്ണം തെറ്റിപ്പോകാനുള്ള സാധ്യത നമ്മുടെ EDTA ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അത് എറർ ഉള്ള സെൽ കൗണ്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. EDTയുടെ ഒരു പ്രശ്നമാണത്. EDTA ഉപയോഗിച്ചിട്ട് നമ്മൾ സെൽസ് എണ്ണുമ്പോൾ അതിലെ കൗണ്ട് വ്യത്യാസം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ ചില ടെസ്റ്റുകൾക്ക് EDTA തീരെ പറ്റില്ല. ഇപ്പോ PT അല്ലെങ്കിൽ പ്രോത്രോംബിൻ ടൈം അല്ലെങ്കിൽ APTT ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം, ഈ APTT ടെസ്റ്റ് അല്ലെങ്കിൽ PT ടെസ്റ്റ് ഇതിനൊന്നും എന്ത് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കാൻ കഴിയില്ല? EDTA ഉപയോഗിക്കാൻ കഴിയില്ല. അതിന്റെ മെഷർമെന്റ്സിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഓർത്തുകൊള്ളുക.
ഇനി നമ്മുടെ EDTA ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഇറിവേഴ്സിബിളി ആണ് കാൽഷ്യവുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്, റിവേഴ്സിബിളി അല്ല. അതായത് നമുക്ക് EDTA ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കൂടുതൽ കൊയാഗുലേഷൻ സ്റ്റഡീസ് നമുക്ക് നടത്താൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ EDTA എന്ന് പറയുന്ന ആ ആന്റി കൊയാഗുലന്റിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി സാധാരണ നമ്മൾ ഈ EDTA എന്ന് പറയുന്നത് എത്ര കോൺസെൻട്രേഷനിലാണ് യൂസ് ചെയ്യുന്നത്? അതായത് നമുക്കറിയാമല്ലോ, നമ്മളിപ്പോ ഒരു ബ്ലഡ് സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കണക്ക് വേണമല്ലോ. അല്ല ചുമ്മാ EDTA എന്ന് പറയുന്നത് നമ്മള് എന്താണ് ഇങ്ങനെ വാരിക്കോരി ഒഴിക്കാൻ പറ്റില്ല. അതിന്റെ ചെറിയൊരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, 1.5 to 2 mg/ml ഓഫ് ബ്ലഡ്. ക്ലിയർലി? അതായത് 1 ml രക്തം എടുത്താൽ 1.5 തൊട്ട് 2 mg EDTA വരെ നമുക്ക് ആഡ് ചെയ്യാം. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളുക. അതായത് 1 ml മില്ലി ലിറ്റർ ബ്ലഡില് നമുക്ക് 1.5 തൊട്ട് 2 ml വരെ നമുക്ക് അല്ലെങ്കിൽ mg വരെ നമുക്ക് EDTA ആഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആ റേഞ്ചിന്റെ ഇടയിലാണ് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ട് ആഡ് ചെയ്യുന്നത്. അതിന്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ സാധാരണഗതിയിൽ പോകാറില്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തുകൊള്ളുക. ക്ലിയർ അല്ലേ? അപ്പൊ അതിന്റെ ഐഡിയൽ കോൺസെൻട്രേഷൻ ആണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. അപ്പൊ EDTA-യുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ് നമ്മളിവിടെ കണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ആന്റി കൊയാഗുലന്റ് ഏതാണ്? നമ്മുടെ രണ്ടാമത്തെ ആന്റി കൊയാഗുലന്റ് എന്ന് പറയുന്നത് ട്രൈസോഡിയം സിട്രേറ്റ് ആണ്. ട്രൈസോഡിയം സിട്രേറ്റ് ആണ്. സാധാരണ നോർമൽ PSC പരീക്ഷകൾക്കൊക്കെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, കൃത്രിമമായ ആന്റി കൊയാഗുലന്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? എന്നിട്ട് മിക്കവാറും സോഡിയം സിട്രേറ്റ് എന്ന ഒരു വാക്കാണ് സാധാരണഗതിയിൽ അവിടെ കൊടുക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് ട്രൈസോഡിയം സിട്രേറ്റ് ആണ് ആ ആക്ച്വലി ആന്റി കൊയാഗുലന്റ് എന്ന് പറയുന്നത്. ഈ ട്രൈസോഡിയം സിട്രേറ്റ് എങ്ങനെയാണ് ഇതിനെ ഈ പറയുന്ന ആന്റി കൊയാഗുലേഷൻ അച്ചീവ് ചെയ്യുന്നത്? നമ്മുടെ EDTA ചെയ്തതുപോലെ തന്നെ നമ്മുടെ കാൽഷ്യത്തെ ഇവന്മാര് പിടിച്ചു വെക്കും. കാൽഷ്യത്തിനെ അഫക്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന ട്രൈസോഡിയം സിട്രേറ്റും നമ്മുടെ ഈ ആന്റി കൊയാഗുലന്റ് പ്രോപ്പർട്ടി അച്ചീവ് ചെയ്യുന്നത്. EDTA പോലെ തന്നെ കാൽഷ്യത്തിനെ ബാധിച്ചിട്ടാണ് ഇവന്മാരും ആന്റി കൊയാഗുലേഷൻ പോസിബിൾ ആക്കുന്നത്. അങ്ങനെയെങ്കിൽ ട്രൈസോഡിയം സിട്രേറ്റിന്റെ ആ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആ റേഷ്യോ എത്ര എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അല്ലെങ്കിൽ എത്ര അളവിലാണ് നമ്മൾ അത് എടുക്കേണ്ടത്? സാധാരണ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 3.8% കോൺസെൻട്രേഷൻ ട്രൈസോഡിയം സിട്രേറ്റ് ആണ്. അതായത് 3.8% എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രൈസോഡിയം സിട്രേറ്റ് എടുത്തിട്ട് അത് ഒരു സോൾവെന്റുമായിട്ട് അല്ലെങ്കിൽ വാട്ടറുമായിട്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അതിൽ വാട്ടറിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 3.8% ആണ് കുറെ നാളുകളായിട്ട് ലാബുകളിൽ ഉപയോഗിച്ചു പോകുന്നത്. പക്ഷെ ഇപ്പോ അത് 3.2% ആണ് കോൺസെൻട്രേഷൻ ആണ് നമ്മൾ ട്രൈസോഡിയം സിട്രേറ്റ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 3.2% അല്ലെങ്കിൽ 3.8% എന്ന് പറയുന്നത്. 3.8 ആയിരുന്നു പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ബെറ്റർ ആക്യുറസി 3.2% ട്രൈസോഡിയം സിട്രേറ്റ് എടുക്കുമ്പോഴാണ് എന്ന് പിന്നീട് കണ്ടെത്തി. അതോടൊപ്പം തന്നെ ഇത് ആഡ് ചെയ്യുമ്പോൾ അതിനൊരു സ്പെസിഫിക് റേഷ്യോ ഉണ്ട്. അതായത് 9:1 റേഷ്യോയിലാണ് ഈ പറയുന്ന ട്രൈസോഡിയം സിട്രേറ്റ് എന്ന ആന്റി കൊയാഗുലന്റ് ആഡ് ചെയ്യേണ്ടത്. അതായത് 9 പാർട്സ് ബ്ലഡ് എടുക്കുമ്പോൾ 1 പാർട്ട് ട്രൈസോഡിയം സിട്രേറ്റ് മാത്രമേ എടുക്കാവൂ. 9 പാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ 9 ml ആണെങ്കിൽ അതിനനുസരിച്ച്. അപ്പൊ 9:1 എന്ന് പറയുന്ന റേഷ്യോയിൽ മാത്രമേ നമ്മുടെ ഈ പറയുന്ന ട്രൈസോഡിയം സിട്രേറ്റ് നമ്മൾ രക്തത്തിൽ ആഡ് ചെയ്യാവൂ. 9 എന്ന് പറയുന്നത് രക്തത്തിന്റെ അളവാണ്, 1 എന്ന് പറയുന്നത് ട്രൈസോഡിയം സിട്രേറ്റിന്റെ അളവാണ്. അപ്പോൾ 3.2% അല്ലെങ്കിൽ കോൺസെൻട്രേഷനിലുള്ള ആ ട്രൈസോഡിയം സിട്രേറ്റ് 9:1 റേഷ്യോയിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഈ 9:1 റേഷ്യോ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പരീക്ഷയിൽ ചോദിക്കും കേട്ടോ. വളരെ ഇമ്പോർട്ടൻസ് ഉള്ള പോയിന്റുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ട്രൈസോഡിയം സിട്രേറ്റിന്റെ പ്രധാനപ്പെട്ട യൂസുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമുക്കറിയാം പ്രോത്രോംബിൻ ടൈം നമ്മുടെ EDTA ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞ പ്രോത്രോംബിൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ. എന്താണ് ഈ പ്രോത്രോംബിൻ ടൈം എന്നൊക്കെ പറയുന്നത് നമ്മൾ വിശദമായിട്ട് പിന്നീടുള്ള ക്ലാസ്സുകളിൽ കാണും കേട്ടോ. ഈ പ്രോത്രോംബിൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ട്രൈസോഡിയം സിട്രേറ്റ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതാണ് നല്ലത്. അതോടൊപ്പം തന്നെ ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം, അതും അതിന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ടും നമുക്ക് ട്രൈസോഡിയം സിട്രേറ്റ് ഉപയോഗിക്കാം. ഡി ഡൈമർ
ഡി ഡൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിന്റെ ക്ലോട്ടിന്റെ അളവ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡി ഡൈമർ ടെസ്റ്റ് നടത്തുന്നത്. ഡി ഡൈമർ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ക്ലോട്ട് ഡിസോൾവ് ആകുമ്പോൾ രക്തത്തിലേക്ക് റിലീസ് ചെയ്യും. അപ്പൊ ആ ഡി ഡൈമറിനെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ക്ലോട്ടിന്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഡി ഡൈമർ ടെസ്റ്റിൽ നമുക്ക് ട്രൈസോഡിയം സിട്രേറ്റ് ഉപയോഗിക്കാം. പിന്നെ ഫൈബ്രിനോജൻ അസ്സേ എന്ന് പറയുന്ന ഒരു ടെസ്റ്റിനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? നമുക്ക് ട്രൈസോഡിയം സിട്രേറ്റ് എന്ന് പറയുന്നത് ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? അതിന് പുറമെ നമ്മുടെ ESR എന്ന് പറയുന്ന അല്ലെങ്കിൽ എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് ESR എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ആഡ് ചെയ്യാം? നമുക്ക് ട്രൈസോഡിയം സിട്രേറ്റ് ആഡ് ചെയ്യാം. അത് വെസ്റ്റർഗ്രെൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ആണ് നമ്മൾ അത് ESR കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ ഉപയോഗിക്കുന്നത്. ആ മെത്തേഡ് എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. അപ്പൊ അതിലും നമ്മൾ എന്താണ്, ആ മെത്തേഡിലൂടെയും നമ്മൾ ESR റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ട്രൈസോഡിയം സിട്രേറ്റ് ആണ് സാധാരണഗതിയിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഓരോ ആന്റി കൊയാഗുലന്റും നമുക്ക് ഓരോ പ്രശ്നങ്ങളും ഓരോ അഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ഈ കാൽഷ്യം എന്ന് പറയുന്ന സംഗതി നമ്മുടെ ട്രൈസോഡിയം സിട്രേറ്റ് കാൽഷ്യവുമായിട്ടാണല്ലോ ബൈൻഡ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ EDTA പോലെ അല്ല ഇവിടത്തെ ട്രൈസോഡിയം സിട്രേറ്റ് കാൽഷ്യത്തെ ബൈൻഡ് ചെയ്യുന്നത് റിവേഴ്സിബിൾ ആയിട്ടാണ്. അതൊരു വലിയ ഒരു ഗുണം തന്നെയാണ്. കാരണം എന്താ അറിയാവോ, നമുക്ക് കൊയാഗുലേഷൻ സ്റ്റഡി നടത്തണമെങ്കിൽ അതായത് എത്ര സമയം എടുത്തിട്ടാണ് രക്തം കട്ട പിടിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ട്രൈസോഡിയം സിട്രേറ്റ് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം EDTA ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇറിവേഴ്സിബിൾ ബൈൻഡിങ്ങിലേക്ക് പോകും കാൽഷ്യവുമായിട്ട്. ട്രൈസോഡിയം സിട്രേറ്റിന്റെ പ്രത്യേകത അത് റിവേഴ്സിബിളി ആണ് കാൽഷ്യവുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ PT, APTT തുടങ്ങിയ ടെസ്റ്റുകൾക്കൊക്കെ നമുക്ക് ട്രൈസോഡിയം സിട്രേറ്റ് നല്ലതാണ് എന്ന് പറയുന്നത്. ഈ ഇറിവേഴ്സിബിൾ ബൈൻഡിങ് കാരണമാണ് EDTA എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന കൊയാഗുലേഷൻ ടെസ്റ്റുകളിൽ ഉപയോഗിക്കാൻ പറ്റാത്തത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ട്രൈസോഡിയം സിട്രേറ്റിന്റെ ഒരു പ്രത്യേകത. കാൽഷ്യത്തെ ബൈൻഡ് ചെയ്യുമെങ്കിലും അത് റിവേഴ്സിബിൾ ബൈൻഡിങ് ആണ് എന്നുള്ളത് ഓർത്തുകൊള്ളുക. പക്ഷേ ഇതിനും ഇവരുടേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് നമ്മൾ ട്രൈസോഡിയം സിട്രേറ്റ് എടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ട്യൂബിന്റെ അകത്ത് ആവശ്യത്തിൽ കൂടുതൽ എടുത്താലോ ആവശ്യത്തിൽ കുറവെടുത്താലോ ഇത് നമ്മുടെ വാല്യൂസിനെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ കൃത്യമായ അളവ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ അതിനെ എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറയുന്ന ഒരു സംഗതി അത് നടത്താൻ നമ്മൾ സാധാരണ ട്രൈസോഡിയം സിട്രേറ്റ് ഉപയോഗിക്കാറില്ല. നേരത്തെ EDTA ഉപയോഗിച്ചു എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതുപോലെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് CBC ചെയ്യാൻ നമുക്ക് ഈ ട്രൈസോഡിയം സിട്രേറ്റ് അഭികാമ്യമല്ല. കാരണം എന്താണെന്നറിയാമോ, ഈ ട്രൈസോഡിയം സിട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ പ്ലേറ്റ്ലെറ്റുകളെല്ലാം കൂടെ വന്ന് കട്ട പിടിക്കാൻ അഗ്രിഗേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ പ്ലേറ്റ്ലെറ്റ്സിന്റെ എണ്ണം കുറഞ്ഞ ഒരു വാല്യൂ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ CBC കൗണ്ട് തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ സെൽ മോർഫോളജി, അതായത് നമ്മുടെ ആ ബ്ലഡ് സെൽസിന്റെ ഒരു പുറം ഘടനയുണ്ടല്ലോ, ആ ഘടന നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ട്രൈസോഡിയം സിട്രേറ്റ് ആഡ് ചെയ്താൽ ശരിയാവില്ല. കാരണം ആ ഘടനയിൽ ട്രൈസോഡിയം സിട്രേറ്റ് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തും എന്നുള്ളത് ഓർത്തുകൊള്ളുക. അപ്പൊ അത് ട്രൈസോഡിയം സിട്രേറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ കുറച്ച് അഡ്വാൻറ്റേജും ഉണ്ട്, കുറച്ച് ഡിസഡ്വാൻറ്റേജും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്തുകൊള്ളുക. അപ്പൊ രണ്ടാമത്തെ ആന്റി കൊയാഗുലന്റും കഴിഞ്ഞു. കുട്ടികളെ, മൂന്നാമത്തെ അവസാനത്തെ ആന്റി കൊയാഗുലന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഹെപ്പാരിൻ. ഹെപ്പാരിൻ എന്ന് പറയുന്നത് പല ജീവികളിലും മനുഷ്യരിൽ ഉൾപ്പെടെ നാച്ചുറൽ ആയിട്ട് കാണുന്ന ഒരു ആന്റി കൊയാഗുലന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്ത് ലബോറട്ടറികളിലും ഉപയോഗിക്കുന്നത്. കുട്ടികളെ, ഹെപ്പാരിൻ എന്ന് പറയുന്നത് പല രീതിയിൽ ഉപയോഗിക്കാം. ഇതൊക്കെ അതേപടി അല്ല ഉപയോഗിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിലെല്ലാം ചില സോൾട്ടുകളൊക്കെ നമ്മൾ ആഡ് ചെയ്യും. ഇപ്പൊ ലിഥിയം ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു ഹെപ്പാരിനാണ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ലിഥിയം ഹെപ്പാരിൻ, സോഡിയം ഹെപ്പാരിൻ, അമോണിയം ഹെപ്പാരിൻ, ലിഥിയം ഹെപ്പാരിൻ, സോഡിയം ഹെപ്പാരിൻ, അമോണിയം ഹെപ്പാരിൻ, ഇത്തരത്തിലുള്ള സംയുക്തങ്ങളായിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ ഹെപ്പാരിൻ ആന്റി കൊയാഗുലന്റിനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ ഹെപ്പാരിൻ വളരെ നാച്ചുറൽ ആയിട്ട് പല ജീവികളിലുമുള്ള ഒരു ആന്റി കൊയാഗുലന്റ് ആണ് എന്ന് നിങ്ങൾ ഓർത്തു വെച്ചുകൊള്ളുക. ഇനി ഇവരുടെ ആക്ഷൻ എങ്ങനെയാണ്? നമ്മുടെ EDTAയും ട്രൈസോഡിയം സിട്രേറ്റും കാൽഷ്യത്തിനെ ബൈൻഡ് ചെയ്താണല്ലോ ആന്റി കൊയാഗുലേഷൻ പോസിബിൾ ആക്കിയത്. അങ്ങനെയെങ്കിൽ
നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഹെപ്പാരിൻ എന്ന് പറയുന്ന ഈ ഒരു ആന്റി കൊയാഗുലന്റ് എങ്ങനെയാണ്? കുട്ടികളെ, നമ്മുടെ പ്ലാസ്മയിൽ, രക്തത്തിലെ പ്ലാസ്മയിൽ ആന്റി ത്രോംബിൻ 3 എന്ന് പറയുന്ന സാധാരണ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഒരു ആന്റി കൊയാഗുലന്റ് ഉണ്ട്. ആന്റി ത്രോംബിൻ 3 എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും രക്തത്തിൽ, പ്ലാസ്മയിൽ ഈ ആന്റി ത്രോംബിൻ 3 എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. എന്താണ് ഈ ആന്റി ത്രോംബിൻ 3? ഇതൊരു നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഒരു ആന്റി കൊയാഗുലന്റ് ആണ്. ഈ ഹെപ്പാരിൻ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? ഈ ആന്റി ത്രോംബിൻ 3യെ ആക്ടിവേറ്റ് ചെയ്യും. അതായത് മര്യാദക്ക് കിടക്കുന്ന ആന്റി ത്രോംബിൻ 3യെ ആക്ടിവേറ്റ് ചെയ്ത് ആ ആന്റി കൊയാഗുലേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി പോസിബിൾ ആക്കുകയാണ്. അപ്പൊ ഈ ആന്റി ത്രോംബിൻ 3 ആക്ടിവേറ്റ് ആകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ത്രോംബിൻ എന്ന് പറയുന്ന ഒരു ഘടകം അവിടെ ഇൻഹിബിറ്റ് ചെയ്യപ്പെടുകയാണ്. ഇല്ല, ത്രോംബിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പല ഘടകങ്ങളിൽ ഒരു ഘടകമാണ് ത്രോംബിൻ. ഈ ആന്റി ത്രോംബിൻ 3 എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ ത്രോംബിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫാക്ടർ 10A അല്ലെങ്കിൽ XA, ഫാക്ടർ 10A എന്ന് പറയുന്ന ഫാക്ടറിനെയും അത് എന്ത് ചെയ്യുന്നു? ഇൻഹിബിറ്റ് ചെയ്യുന്നു. അപ്പൊ സാധാരണ നമ്മൾ EDTA-യിലും ട്രൈസോഡിയം സിട്രേറ്റിലും കണ്ട ഒരു പാറ്റേൺ അല്ല ഹെപ്പാരിൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് ക്വസ്റ്റ്യനിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹെപ്പാരിന്റെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ആന്റി ത്രോംബിൻ 3 എന്ന് പറയുന്ന ആന്റി കൊയാഗുലന്റിനെ ചെറുതായിട്ടൊന്ന് ഇൻഡ്യൂസ് ചെയ്യുകയും അവൻ നേരെ ചെന്നിട്ട് ത്രോംബിനെയും ഫാക്ടർ 10A-യും ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യും. ത്രോംബിനും ഫാക്ടർ 10A-യും ഒക്കെ കൊയാഗുലേഷന് വേണ്ടിയിട്ടുള്ള ക്രൂഷ്യൽ ഫാക്ടേഴ്സ് ആണ്. അവന്മാർ ഇൻഹിബിറ്റ് ആകുന്നതോടുകൂടി ബ്ലഡ് ക്ലോട്ടിംഗ് സ്റ്റോപ്പ് ആകുന്നു. ഇത്തരത്തിലാണ് നമ്മുടെ ഹെപ്പാരിൻ എന്ന് പറയുന്ന ആ ആന്റി കൊയാഗുലന്റ് ഈ പറയുന്ന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോ അതിന്റെ ഒരു മോഡ് ഓഫ് ആക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? ഹെപ്പാരിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? ഏകദേശം 15 മുതൽ 30 ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ ml ഓഫ് ബ്ലഡ്. എന്താണ് ഈ ഇന്റർനാഷണൽ യൂണിറ്റ് എന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ കാണാം. ഓക്കെ, അതൊക്കെ വിശദമായിട്ട് നമുക്ക് പല സെഗ്മെന്റുകൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. അപ്പൊ ഈ 15 മുതൽ 30 ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ ml ഓഫ് ബ്ലഡ് എന്ന കോൺസെൻട്രേഷനിലാണ് എന്ത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഹെപ്പാരിനെ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഓരോ ആന്റി കൊയാഗുലന്റിന്റെയും ബെസ്റ്റ് പെർഫോമൻസ് വരുന്ന ഒരു സ്പെസിഫിക് കോൺസെൻട്രേഷൻ ഉണ്ടാകും, അളവുണ്ടാകും. ആ അളവിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ബ്ലഡ് സാമ്പിളിലേക്ക് ഇതിനെയൊക്കെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ക്ലിയർ? നമ്മുടെ ഹെപ്പാരിന്റെ പ്രാഥമികമായ പ്രൈമറി യൂസസ് എന്തൊക്കെയാണ്? പ്ലാസ്മ കെമിസ്ട്രി ടെസ്റ്റ്, പ്ലാസ്മയുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളിൽ നമ്മൾ ഹെപ്പാരിനാണ് ഉപയോഗിക്കുന്നത്. ബ്ലഡ് ഗ്യാസ് അനാലിസിസ്, ഇതൊക്കെ വിശദമായിട്ട് നമുക്കുണ്ട് കേട്ടോ. നമ്മൾ ഈ ഓരോ കാര്യങ്ങളും ഞാൻ ഈ പറയുന്നത് അതെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ഓരോരോ ക്ലാസ്സുകളിൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. കാരണം അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ബ്ലഡ് ഗ്യാസ് അനാലിസിസ്, പ്ലാസ്മ കെമിസ്ട്രി ടെസ്റ്റ്, സൈറ്റോജെനറ്റിക് സ്റ്റഡീസ്, അതായത് നമ്മുടെ ക്രോമോസോമുമായി ബന്ധപ്പെട്ട കാരിയോ ടൈപ്പിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ക്രോമോസോമുകളുടെ വലിപ്പത്തിനനുസരിച്ച് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന അത്തരത്തിൽ ക്രോമോസോമൽ സ്റ്റഡീസ് അല്ലെങ്കിൽ സൈറ്റോജെനറ്റിക് സ്റ്റഡീസിൽ നടത്താൻ വേണ്ടി ഈ ഹെപ്പാരിൻ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹോർമോണൽ അസേ, മോളിക്കുലാർ ബയോളജി ടെസ്റ്റുകൾ, ഇതിനും നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു ആന്റി കൊയാഗുലന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ആ പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് എന്ന് ആണ് എന്റെ വിശ്വാസം. പക്ഷേ ഹെപ്പാരിനും അതിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ഉണ്ട് ഇല്ലേ? എല്ലാവർക്കും ഓരോരോ കുഴപ്പങ്ങളുണ്ടാവും അല്ലെ? നമുക്കും ഓരോരോ കുഴപ്പങ്ങളുണ്ടാവും എന്ന് പറയുന്നത് പോലെ രണ്ട് വശങ്ങളുണ്ട്. ഹെപ്പാരിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താണ്? ഹെപ്പാരിൻ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹെമറ്റോളജി സ്റ്റഡീസിൽ എപ്പോഴും സ്യൂട്ടബിൾ അല്ല ഈ ഹെപ്പാരിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയും, അപ്പൊ നമ്മളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഹെമറ്റോളജി സ്റ്റഡീസിലെ ആന്റി കൊയാഗുലന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നു ഹെമറ്റോളജി സ്റ്റഡീസിൽ പൊതുവെ ഐഡിയൽ അല്ല എന്ന് പറയുന്നു. അത് വാസ്തവത്തിൽ ശരിയാണ്. ഹെപ്പാരിൻ നമ്മളെ EDTA-യും ട്രൈസോഡിയം സിട്രേറ്റും ആഡ് ചെയ്യുന്ന അത്രയും ഫ്രീക്വൻസിയിൽ ഹെപ്പാരിൻ യൂസ് ചെയ്യാറില്ല. കാരണം അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ് പ്രശ്നം? ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ WBC-യും പ്ലേറ്റ്ലെറ്റ്സും എല്ലാം കൂടെ ക്ലംബ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ഈ പറഞ്ഞ ഒരു കൂട്ടമായിട്ട് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ പഠനത്തെ ബാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഹെപ്പാരിൻ ആഡ് ചെയ്തിട്ട് നമ്മൾ പലതരത്തിലുള്ള മൈക്രോസ്കോപ്പിക് ടെക്നിക്സിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റെയിനിങ് ടെക്നിക്സിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ രക്തം ആഡ് ചെയ്തിട്ട് അതിൽ സ്റ്റെയിനൊക്കെ ആഡ് ചെയ്ത് നമ്മൾ നോക്കും ഇല്ലേ?
അപ്പൊ അവിടെ ഈ ഹെപ്പാരിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ കളർ ഒരുതരം ബ്ലൂയിഷ് ബാക്ക്ഗ്രൗണ്ട് ആ പറയുന്ന സാമ്പിളിൽ അല്ലെങ്കിൽ ആ സ്ലൈഡിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മുടെ ആക്ച്വൽ വിഷ്വലൈസേഷനെ അത് എന്ത് ചെയ്യുന്നു, അത് ഇൻഹിബിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് പ്രശ്നമുണ്ടാക്കുകയോ ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഹെപ്പാരിൻ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സ്റ്റെയിനിങ് മെത്തേഡുകൾ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളിൽ ഹെപ്പാരിൻ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല. അതോടൊപ്പം തന്നെ PCR എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഈ PCR എന്ന് പറയുന്ന ഒരു ടെക്നിക്, ഒരു ചെറിയ ഒരു DNA എടുത്തു വെച്ചിട്ട് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുന്ന ഒരു മെക്കാനിസമാണ് PCR. ഈ PCR പഠനങ്ങളിലും ഹെപ്പാരിൻ അത്ര അധികം പ്രിഫറബിൾ അല്ല, അത് അതിന്റെ വർക്കിങ്ങുമായി ഇന്റർഫിയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില എൻസൈമാറ്റിക് സ്റ്റഡീസിലും ഹെപ്പാരിൻ തീരെ പ്രിഫറബിൾ അല്ല. ഓക്കെ അല്ലോ ഫ്രണ്ട്സ്? അപ്പോ ഹെപ്പാരിൻ എന്ന് പറയുന്നതിന്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരുന്നത് കുട്ടികളെ. അപ്പോ നമ്മുടെ 3 ആന്റി കൊയാഗുലൻസ് എന്ന് പറയുന്ന മേഖല നമ്മളിത് ഇവിടെ കണ്ടിരിക്കുന്നു. 3 ആന്റി കൊയാഗുലൻസ് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പലതരത്തിലുള്ള ആന്റി കൊയാഗുലൻസ് വേറെയും ഉണ്ട്. അതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ വിശദമായിട്ട് നമുക്ക് കാണാം. തൽക്കാലം ഇപ്പോ ഈ 3 ആന്റി കൊയാഗുലൻസ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സെഗ്മെന്റുകളെല്ലാം നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഫ്രണ്ട്സ്, നമ്മുടെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് നമുക്കറിയാമല്ലോ, ഇത് സ്റ്റേറ്റ് വൈഡ് പോസ്റ്റ് ആണ്. +2 സയൻസ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ VHSC MLT പഠിച്ച ആൾക്കാർക്ക് അപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ്. +2 ലെവൽ പോസ്റ്റ് ആണെങ്കിലും ഇത് ഡിസ്ട്രിക്ട് വൈസ് അല്ല, ഇത് സ്റ്റേറ്റ് വൈഡ് പോസ്റ്റ് ആണ്. +2 ലെവൽ ആയതുകൊണ്ട് തന്നെ നിരവധി വേക്കൻസീസ് ആണ് ഈ പറയുന്ന പോസ്റ്റിന് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. ഇപ്പൊ കഴിഞ്ഞ തവണത്തെ ലിസ്റ്റ് തന്നെ ഏകദേശം 492 ആൾക്കാര് മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചു. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസി നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് തന്നെയാണ്. +2 സയൻസ് പഠിച്ച ആൾക്കാർക്ക് തീർച്ചയായിട്ടും എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ഈ പോസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് ജനറൽ ടോപ്പിക്കുകളൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾ സയൻസ് മേഖലയിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആണ്. ഇതിനകത്തുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണ്? MLT എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, സുവോളജി, ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി. ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിന്റെ അകത്ത് പഠിക്കാൻ, ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ. അപ്പൊ ഇത്ര മാത്രം പഠിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ് വൈഡ് പരീക്ഷയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ തന്നെ കയറി പറ്റാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ലാബ് വർക്കുകളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ താല്പര്യമുള്ള ഫീൽഡിൽ തന്നെ നിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ നിങ്ങൾക്ക് തരുന്നത്. ഇത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഒരു പോസ്റ്റാണ്. ഓക്കെ, നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. 2026 വരെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 2025 അവസാന മാസത്തോടുകൂടി ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരും. എന്നാലേ എക്സാം നടത്തി ആ ലിസ്റ്റ് ക്യാൻസൽ ആകുമ്പോഴേക്കും അടുത്ത ലിസ്റ്റ് നിലവിൽ വരുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ കുട്ടികളെ, നമ്മുടെ ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഈ ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ ഒരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ജൂൺ മുതലായിരിക്കും ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ജൂൺ 1-ാം തീയതി മുതൽ തന്നെ നമ്മുടെ അഡ്മിഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ കുട്ടികളെ, നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഹൈപ്രപ്പിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നും അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ബാച്ചിന് വേണ്ടി മാത്രമുള്ള നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അത് ജോയിൻ ചെയ്യണം. ആ ഗ്രൂപ്പിന്റെ അകത്ത് പോളും മെറ്റീരിയൽസും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ അതിന്റെ അകത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോ ഇത് വേക്കൻസി ഉള്ള ഒരു എക്സാമും കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കുട്ടികൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ കുട്ടികളെ, നമുക്ക് മറ്റൊരു മേഖലയുമായിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു സോ മച്ച്.